Good afternoon, everyone. QA4 ജോമെട്രിയുടെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഒരുപാട് ടൈപ്പ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ പേപ്പർ നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസെൻറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ, എനിക്ക് തോന്നുന്നു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോസ്റ്റ്ലി റിപ്പീറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടും അതൊക്കെയാണ് ഈ സെഷനിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ബി ഡി പെർപെൻഡിക്കുലർ എ സി അറ്റ് ഡി. ഈ ജോമെട്രിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫിഗേഴ്സ് നമുക്ക് വരക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഫിഗേഴ്സ് വരക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാക്സിമം ഫിഗർ വരക്കാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഫിഗർ വരക്കാതെ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫിഗർ വരച്ച് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഫിഗർ വരച്ച് ചെയ്യുക. ഈസിയ ക്വസ്റ്റ്യൻസ് അതേപോലെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഫിഗർ വരക്കാതെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ബി സി ബി ഡി പെർപെൻഡിക്കുലർ എ സി. ഓക്കെ, ബി ഡി പെർപെൻഡിക്കുലർ എ സി അല്ലേ? അപ്പോൾ ബി ഡി പെർപെൻഡിക്കുലർ എ സി. E is a point on BC such that BEA is x degree. E പറഞ്ഞാൽ എനി പോയിന്റ് ആണ് ഓൺ ബി സി such that BEA is equal to x degree എന്ന് പറയുന്നത്. E is any point on BC. ഓക്കെ, BEA ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്താൽ BEA എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഡിഗ്രി ആണെന്നാണ് തന്നിട്ടുള്ളത്. ഇഫ് ആംഗിൾ EAC equal to 46 degree, EAC EAC എന്താണ്, 46 ഡിഗ്രിയാണ്. EBD ഈക്വൽ ടു 60 ഡിഗ്രി. EBD ഈക്വൽ ടു 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ എക്സ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബി ഡി പെർപെൻഡിക്കുലർ എ സി അല്ല, അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഈ പോയിന്റ് ജസ്റ്റ് ഡി എന്ന് മാർക്ക് ചെയ്തു. നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ എ സി ഡി. ആംഗിൾ എ സി ഡി എന്താണ്, ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആയിരിക്കും. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ് പറയാം. ഓക്കെ, ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ ഇതിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മാണ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇതാണ് നമ്മളെ തിയറി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ എന്താണ്, ട്രയാങ്കിൾ, ഞാൻ ഈ പോയിന്റ് എഫ് എന്ന് മാർക്ക് ചെയ്തു. ട്രയാങ്കിൾ എ എഫ് ഡി, ട്രയാങ്കിൾ എ എഫ് ഡിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ ഈ ഒരു ആംഗിൾ. അപ്പോൾ ഈ ആംഗിളിൻ്റെ വാല്യൂ 46 പ്ലസ് 90 ഡിഗ്രി അല്ലേ. അതേപോലെ തന്നെ നമ്മൾ വേറെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ട്രയാങ്കിൾ ബി എഫ് ഇ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ട്രയാങ്കിൾ ബി എഫ് ഇൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ ഈ ആംഗിൾ. അപ്പോൾ അതിൻ്റെ വാല്യൂ 60 പ്ലസ് എക്സ് ഡിഗ്രി അല്ലേ. ഇത് രണ്ട് ഇക്വേറ്റ് ആണെങ്കിൽ 60 പ്ലസ് എക്സ് ഡിഗ്രി ഈക്വൽ ടു 46 പ്ലസ് 90 എന്നാണ് 136. എക്സ് ഈക്വൽ ടു 116 മൈനസ് 60 76. നോക്കാം. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ ക്യൂ ഗ്രേറ്റർ ദാൻ ആംഗിൾ ആർ, പി എസ് ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ പി, പി ടി പെർപെൻഡിക്കുലർ ആർ ക്യൂ. ഇത് ജസ്റ്റ് വരച്ചു തുടങ്ങാം. നമുക്ക് ഇതൊരു ക്ലീശ ക്വസ്റ്റ്യൻ ആണോ, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫിഗർ വരയ്ക്കാതെ ചെയ്യാൻ നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫിഗർ വരയ്ക്കാതെ ചെയ്യാൻ നോക്കുക. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ ക്യൂ ഗ്രേറ്റർ ദാൻ ആംഗിൾ ആർ, പി എസ് is the bisector of angle P.
പി എസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ആണ്, ആംഗിൾ പിന്റെ. പി ടി പെർപെൻഡിക്കുലർ ആർ ക്യൂ. ഓക്കെ, പി ടി പെർപെൻഡിക്കുലർ ആർ ക്യൂ. ആംഗിൾ എസ് പി ടി ഈക്വൽ ടു 28 ഡിഗ്രി. ഈ ആംഗിളിന്റെ വാല്യൂ 28 ഡിഗ്രിയാണ്. ആംഗിൾ ആർ ഈക്വൽ ടു 23. ദ മെഷർ ഓഫ് ആംഗിൾ ക്യൂ. ആംഗിൾ ക്യൂവിന്റെ മെഷർ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് ഒരു ആംഗിൾ ബൈസെക്ടറിൻ്റെയും അതേപോലെ ആൾട്ടിറ്റ്യൂഡിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ 1/2 ഇൻറ്റു ആംഗിൾ ക്യൂ മൈനസ് ആംഗിൾ ആർ ആയിട്ട്. ഓക്കെ, അതായത് ആംഗിൾ ക്യൂവും ആറും എന്താണ്, നമ്മൾ ഈ പെർപെൻഡിക്കുലറും അതേപോലെ ആംഗിൾ ബൈസെക്ടറും വരച്ച വെർട്ടെക്സ് അല്ലാത്ത ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ക്യൂവും ആംഗിൾ ആറും. ഓക്കെ, അപ്പോൾ ആംഗിൾ എസ് പി ടി ഈക്വൽ ടു ആംഗിൾ ക്യൂ മൈനസ് ആംഗിൾ ആർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്, കാരണം ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റിസൾട്ട് ആക്കിയിട്ട് ഒന്നുകിൽ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓക്കെ ഓർത്തിരിക്കുക. 1/2 ഇൻറ്റു ആംഗിൾ ക്യൂ മൈനസ് ആർ ഈക്വൽ ടു ആംഗിൾ എസ് പി ടി. 1/2 ഇൻറ്റു ആംഗിൾ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, മൈനസ് ആംഗിൾ ആർ. ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ 23 ഈക്വൽ ടു 28. ആംഗിൾ ക്യൂ മൈനസ് ആംഗിൾ 23 ഈക്വൽ ടു 56. ക്യൂവിൻ്റെ വാല്യൂ എന്താണ്, ക്യൂ ഈക്വൽ ടു 56 പ്ലസ് 23 എന്താണ് 79. ഓപ്ഷൻ എ ആണ് ആൻസർ. ആംഗിൾ ക്യൂ ഈക്വൽ ടു 79. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഒരു പെർപെൻഡിക്കുലറും ബേസിലേക്കുള്ള പെർപെൻഡിക്കുലറും അതേപോലെ ആംഗിൾ ബൈസെക്ടറും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിൾസിൻ്റെ ഡിഫറൻസിൻ്റെ പകുതിയാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് ഇൻ ദ ഗിവൺ ഫിഗർ എ ബി പാരലൽ സി ഡി ഫൈൻഡ് എക്സ്. ഓക്കെ, ഈ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്, ഈ എക്സിൻ്റെ വാല്യൂയാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനിവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തി. എ ബിയും സി ഡിയും പാരലലാണ്. ഞാനിവിടെ ചെറിയൊരു കൺസ്ട്രക്ഷൻ നടത്തി. ഓക്കെ, ഈ പോയിന്റ് കൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു. എ ബി സി ഡി ഇ എഫ് എന്താണ്, എ ബിക്ക് പാരലലാണ്. ഇ എഫ് പാരലൽ എ ബി, ആ രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ നടത്തി. അപ്പോൾ എ ബി ഓൾറെഡി സി ഡിനോട് പാരലൽ ആയതുകൊണ്ട് നമുക്ക് ഇ എഫ് പാരലൽ എ ബി പാരലൽ സി ഡി എന്ന് എഴുതാൻ പറ്റും. ഈ മൂന്ന് ലൈൻസ് എന്താണ്, പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ആംഗിളിനെ, ഈ ആംഗിൾ അപ്പം എന്തായിരിക്കും, ഇത്രയും ആംഗിൾ 35 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്, ഒരു രണ്ട് പാരലൽ ലൈന്, ഒരു ട്രാൻസ്വേഴ്സൽ. ഈ രണ്ട് ആംഗിൾസ് എന്താണ്, ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ്. ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ആംഗിൾ എന്തായിരിക്കും, ഈ ആംഗിളിൻ്റെ വാല്യൂ 70 ഡിഗ്രി ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെൻ്റ് ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ്, ഇത് ആംഗിൾ 1ഉം ഇത് ആംഗിൾ 2 ആണെങ്കിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2ൻ്റെ വാല്യൂ എന്താണ്, 180 ഡിഗ്രിയാണ്. പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി 2x പ്ലസ് 15 ഡിഗ്രി ഈക്വൽ ടു 70 പ്ലസ് 35. 70 പ്ലസ് 35 എന്താണ്, 105. അപ്പോൾ അതിന് 2x ഈക്വൽ ടു 90, x ഈക്വൽ ടു 45. ക്വസ്റ്റ്യൻ, എ ബി സി ഇസ് എ ട്രയാങ്കിൾ വേർ ബി ഈസ് ഒബ്റ്റ്യൂസ്. അതായത് ആംഗിൾ ബി ഈസ് ഒബ്റ്റ്യൂസ്. ട്രയാങ്കിൾ വരക്കാം. ഓക്കെ, എ ബി സി. ബി എന്താണ്, ബി ഒബ്റ്റ്യൂസ് ആക്കി വരച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു സി ബി പ്രൊഡ്യൂസ് അറ്റ് ഡി. ഇവിടെ സി ബി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ സിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. ഇവിടെ ബി സി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞതെങ്കിൽ ഈ ഡയറക്ഷനിലേക്കായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, ഈ ഡയറക്ഷനിലേക്ക്. ഇവിടെ സി ബി എന്ന് പറഞ്ഞുകൊണ്ട് സി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ പോകുന്നത് ബിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ സി ബി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ബി സി പ്രൊഡ്യൂസ്ഡ് ആണ് പറഞ്ഞതെങ്കിൽ ബിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സി ബി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പോകുന്നത് അറ്റ് ഡി. ഓക്കെ, ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചു. ഈ പോയിന്റാണ് ഡി എന്ന് പറയുന്നത്. എ ബി ഈക്വൽ ടു 8, ബി സി ഈക്വൽ ടു 7, ബി ഡി ഈക്വൽ ടു 4.
വാല്യൂ ഓഫ് എ സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ആദ്യം ബിഗ്ഗർ ട്രയാങ്കിൾ വരച്ചു. ഈ ബിഗ്ഗർ ട്രയാങ്കിൾ എ ഡി സി വരച്ചു. ഓക്കെ, എ ഡി സി. എ ഡിൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്നുള്ള കാര്യം അറിയില്ല. അതേപോലെ ഡി സിൻ്റെ വാല്യൂ 11 ആണ്. അതേപോലെ തന്നെ എ സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എ ഡിൻ്റെ വാല്യൂ അറിയണം. എ ഡിൻ്റെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എ ഡി ബിയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ട്രയാങ്കിൾ എ ഡി ബിയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ ഡി സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 8 സ്ക്വയർ. ഇതൊന്ന് എ ഡി സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. എ ഡി സ്ക്വയർ ഈക്വൽ ടു 64 - 16 എത്രയാണ്? 48. അപ്പോൾ എ ഡി സ്ക്വയറിൻ്റെ വാല്യൂ 48 ടി. നമ്മൾ ഈ ട്രയാങ്കിൾ എ ഡി സിയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ ഈക്വൽ ടു എക്സ് അല്ല, ഇവിടെ നിന്നാണ് എ ഡി സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. എ ഡി സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 48 കണ്ടുപിടിച്ചു. 48 പ്ലസ് 121 ഈക്വൽ ടു എ സി സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ എ സി സ്ക്വയർ ഈക്വൽ ടു 169, എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 169 13. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് CGL മെയിൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. CGL 2018 മെയിൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് കിട്ടാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ പി ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, പി ക്യു ആർ ആണ്. ആംഗിൾ പി ഈക്വൽ ടു 120 ഡിഗ്രി. പി എസ് പെർപെൻഡിക്കുലർ ക്യു ആർ. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? പി ക്യു പ്ലസ് ക്യു എസ് ഈസ് ഈക്വൽ ടു എസ് ആർ. ഓക്കെ, ഈ പി ക്യു പ്ലസ് ക്യു എസിൻ്റെ വാല്യൂ എസ് ആർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓഫ് ആംഗിൾ ക്യൂവിൻ്റെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ നടത്തേണ്ടി വരും. ഞാനിവിടെ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ നടത്തി. ഈ പി ക്യു എന്ന സെയിം ലെങ്ത്തിൽ ഞാൻ ഇവിടെ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ നടത്തി. ഓക്കെ, അതായത് ഇതിൻ്റെ മിറർ ഇമേജ്, ഈ പി ക്യു എസിൻ്റെ നേരെ മിറർ ഇമേജ് ഇപ്പുറത്തെ സൈഡിൽ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനെ ഞാൻ പി ക്യു ആർ എസ് ടി, ഈ പോയിന്റ് ടി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, പി ക്യു എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ, ഈ ലെങ്ത്തും എന്താണ്? എക്സ് ആണ്. ക്യു എസ് വൈ ആണ് മാർക്ക് ചെയ്ത് വിചാരിക്കുക. പി ക്യു പ്ലസ് ക്യു എസിൻ്റെ വാല്യൂ പി ക്യു പ്ലസ് ക്യു എസ് ഈക്വൽ ടു എസ് ആർ ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റിലേഷൻ. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എസ് ആർ അല്ലേ? അപ്പോൾ ഇത് ഞാൻ എന്താണ് സെയിം മിറർ ഇമേജ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇത് അല്ലേ? ഇത് വൈ തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. മാത്രമല്ല ഈ സൈഡ് തന്നെയാണ് ഈ സൈഡ്. അതിനർത്ഥം എന്താണ്? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വെച്ചാൽ ആ ബേസിനെ ബൈസെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ക്യു എസ് എന്ത് തന്നെ ആയിരിക്കും? എസ് ടി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ എന്താണ്? വൈ. ഓക്കെ, അപ്പോൾ എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ടി പ്ലസ് ടി ആർ ആണ്. എസ് ടിൻ്റെ വാല്യൂ എന്താ? വൈ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ടി ആറിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? ടി ആറിൻ്റെ വാല്യൂ കിട്ടും എക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ട്രയാങ്കിൾ പി ടി ആർ എന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം എന്താണ്? ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നാച്ചുറലി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഓക്കെ, ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഈ ആംഗിൾ എന്തായിരിക്കും? 2 തീറ്റ ആയിരിക്കും. മാത്രമല്ല ട്രയാങ്കിൾ പി ക്യു ടി അതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്.
കാരണം പി ക്യു ഈക്വൽ ടു പി ടി ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഈ ആംഗിൾ 2 തീറ്റ ആണെങ്കിൽ ഈ ആംഗിളിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ കേസ് എടുക്കാം. ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആറിൽ 3 ആംഗിളിൻ്റെ സം എന്താണ്? 180 ഡിഗ്രിയാണ്. ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആറിൻ്റെ സം എന്തായാലും 180 ഡിഗ്രിയാണ്. ആംഗിൾ പിൻ്റെ വാല്യൂ 120 പ്ലസ് ആംഗിൾ ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? 2 തീറ്റ പ്ലസ് ആംഗിൾ ആറിൻ്റെ വാല്യൂ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 60, 3 തീറ്റ ഈക്വൽ ടു 60, തീറ്റ ഈക്വൽ ടു 20 ഡിഗ്രി. ക്വസ്റ്റിൽ കണ്ടുപിടിക്കാൻ ആംഗിൾ ക്യൂവിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? 2 തീറ്റ. 2 × 20 ഡിഗ്രി, അതായത് 40 ഡിഗ്രി. ഓക്കെ, ഈ ഒരു ഐഡിയ കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സാധാരണ അങ്ങനെയാണ് എക്സാമിന്. ക്വസ്റ്റ്യൻ: ഇൻ എ ട്രയാങ്കിൾ എ ബി സി, ഡി ആൻഡ് ഇ ആർ ദ പോയിന്റ്സ് ഓൺ ദ സൈഡ് എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി, സോ ദാറ്റ് ഡി ഇ പാരലൽ ബി സി. ആദ്യം വരയ്ക്കാം. ട്രയാങ്കിൾ എ ബി സി വരയ്ക്കാം. Triangle ABC. D and E are points on side AB and AC. Okay. DE parallel BC. DE BC parallel ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? AD by DB equal to 3:4. AD by DB 3:4 ആണ്. AD by DB. The ratio of trapezium DE CB to the area of triangle ABC. ഓഡിയോ ക്ലിയർ അല്ലേ? ബ്രേക്ക് ആവുന്നില്ലല്ലോ? ഓക്കെ 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 കണ്ടുപിടിക്കേണ്ടത് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം DECB to the area of triangle ABC. ഈ ആംഗിളും ഈക്വൽ അല്ലേ? കാരണം എന്താണ്? DE പാരലൽ BC ആണ്. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ ആണ്. അതേപോലെ ആംഗിൾ സിയും ആംഗിൾ ഇയും ഈക്വൽ ആണ്. പിന്നെ ഈ മൂന്നാമത്തെ ആംഗിൾ 2 ട്രയാംഗിളും കോമൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റും ട്രയാംഗിൾ ADE സിമിലർ ടു ട്രയാംഗിൾ ABC. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ? ഒരു പാരലൽ ലൈന്, ബേസിൻ പാരലൽ ഒരു പാരലൽ ലൈൻ വരയ്ക്കണമെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രോപ്പർട്ടി തന്നെയല്ലേ? സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. ട്രയാങ്കിൾ ADE ട്രയാങ്കിൾ ABC സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിൾസ് സിമിലർ ആയാൽ ആ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് A1/A2 എന്ന് പറയുന്നത് 2 ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ADE അതേപോലെ ട്രയാങ്കിൾ ABC, ഈ 2 ട്രയാങ്കിളിൻ്റെ ഏരിയൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് AD/ABൻ്റെ സ്ക്വയർ എടുത്താലും മതി. ഓക്കെ, ADൻ്റെ വാല്യൂ എന്താണ്? ADൻ്റെ വാല്യൂ 3 ഡിവൈഡഡ് ബൈ AD/DB 3:4 അല്ലേ? അപ്പോൾ AD 3 ആണ്, DB 4 ആണ്. അപ്പോൾ ABൻ്റെ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? ABൻ്റെ ടോട്ടൽ വാല്യൂ റേഷ്യോയിൽ 3 + 4 7 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്താ വരിക? 9 ഡിവൈഡഡ് ബൈ 49. അപ്പോൾ ടോട്ടൽ ട്രയാങ്കിൾ ABCൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49. മൊത്തം 49 യൂണിറ്റ്സ് ആണ് ABCൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ 49 ആണ്. ടോപ്പിലെ ട്രയാങ്കിളിൻ്റെ ഏരിയ 9 ആണ്. അങ്ങനെയാണെങ്കിൽ താഴത്തെ ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്തായിരിക്കും? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ 40 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയം DECBൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ട്രയാങ്കിൾ ABCൻ്റെ ഏരിയ 49. 40:49 ആണ് ആൻസർ. ഇത് ക്ലീഷേ ക്വസ്റ്റ്യൻ ആട്ടോ, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഫിഗർ വരയ്ക്കാതെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ: ഇൻ ട്രയാങ്കിൾ ABC
ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി. രണ്ട് പോയിന്റ്സ് ആണ് ഡി ഇ. ഓക്കെ, പിന്നെ എന്താണെന്നുള്ളത് എ ഡി ഇൻറ്റു എ സി ഈക്വൽ ടു എ ബി ഇൻറ്റു എ ഇ. എ ഡി ഇൻറ്റു എ സി ഈക്വൽ ടു എ ബി ഇൻറ്റു എ ഇ. ഇതാണ് തന്നിട്ടുള്ള റിലേഷൻ. ഈ റിലേഷൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ എ സി അല്ലേ. എ ഡി ബൈ എ ബി, എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ എ സി. അതിനർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ എ ഡി ഇയും അതേപോലെ തന്നെ ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ആണെന്നാണ് അതിനർത്ഥം. കാരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ ഡിയും ട്രയാങ്കിൾ എ ഡി ഇ എന്ന ട്രയാങ്കിളിലെ എ ഡി എന്ന സൈഡും ട്രയാങ്കിൾ എ ബി സി എന്ന വലിയ ട്രയാങ്കിളിലെ എ ബി എന്ന സൈഡും അതേപോലെ എ ഇ എ സി എന്നുള്ള രണ്ട് സൈഡ്സും റേഷ്യോ ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് റേഷ്യോ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ കേസിൽ എന്താ നമുക്ക് പറയാൻ പറ്റുമോ? രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാൻ പറ്റും. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതിനർത്ഥം എന്ത് പറയാൻ പറ്റും? അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള സംഭവം നോക്കാം. എ ഡി ഇ, ആംഗിൾ എ ഡി ഈക്വൽ ടു എ സി ബി പ്ലസ് 30 ഡിഗ്രി. അപ്പോൾ എ സി ബി എന്നുള്ള ആംഗിളിൻ്റെ വാല്യൂ തീറ്റ എന്ന് മാർക്ക് ചെയ്താൽ ആംഗിൾ എ ഡി ഇ എന്ന് പറഞ്ഞാൽ 30 പ്ലസ് തീറ്റ. ആംഗിൾ എ ബി സി ഈക്വൽ ടു 78 ഡിഗ്രി. ആംഗിൾ എ ബി സിൻ്റെ വാല്യൂ 78 ഡിഗ്രിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പറയാൻ പറ്റും ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ ഡി ഇ 78 ഈക്വൽ ടു 30 പ്ലസ് തീറ്റ. ഒന്ന് തീറ്റ ഈക്വൽ ടു 48 എന്ന് കിട്ടും. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എയുടെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 48, ഈ ആംഗിൾ 78, ടോട്ടൽ ആംഗിളുടെ സം, ഒരു ട്രയാംഗിളിലെ ആംഗിളുടെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ പ്ലസ് 78 പ്ലസ് 48 ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 126, 54 ആംഗിൾ എ. ഇത് ശ്രദ്ധിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് ആളുകൾ തെറ്റിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് കറക്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ ചില ആളുകളുടെ അശ്രദ്ധ മൂലം തെറ്റിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, 2 മാർക്ക് 2.5 മാർക്ക് ചെറിയ രസത കാരണം പോകാൻ ചാൻസ് ഉണ്ട്. അത്ര ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ കുറച്ച് സങ്കടം വരാൻ ചാൻസ് ഇല്ലേ. ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതെന്താണ്? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ക്യൂ പി ആർ. ശരിക്കും ഈ ഒരു വേർഡിങ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ നമുക്കറിയാം കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ സൂം ചെയ്തൊരു പാർട്ടാണ്. ഒന്നെങ്കിൽ സൂം ഇൻ ചെയ്യുക അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യുക. സെയിം സംഭവം തന്നെയാണ്. അത് നമ്മൾ ഒന്നെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുക. ഓക്കെ, സെയിം സംഭവം തന്നെ. അതാണ് സിമിലർ ട്രയാങ്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് സൈസ് കൂടിയത് ഒന്ന് സൈസ് കുറഞ്ഞത്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ക്യൂ പി ആർ എന്ന് പറഞ്ഞാൽ എ ബി സി അതേപോലെ ക്യൂ പി ആർ അടിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എ അല്ലേ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിലും പ്രത്യേകത എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസിലെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആ എ എന്ന ആംഗിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ക്യൂ ആണ്. അത് നമുക്ക് ഈ ഒരു വേർഡിങ്സ് നിന്ന് കിട്ടുക. അവിടെ ആദ്യം എഴുതിയത് എ ആണ്, അപ്പുറത്തെ ട്രയാങ്കിൾ ആദ്യം എഴുതിയത് എ ആണ്. അപ്പോൾ ആ രണ്ട് ആംഗിൾസ് ആയിരിക്കും ഈക്വൽ ആയിട്ടുണ്ടാവുക. രണ്ടാമത്തെ എഴുതി ബി ആണ്, രണ്ടാമത്തെ എഴുതി പി ആണ്. അപ്പോൾ ബിയും അതേപോലെ പിയും ആയിരിക്കും ഈക്വൽ ആയിട്ടുണ്ടാവുക. അതേപോലെ സിയും ആറുമാണ് ഈക്വൽ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി സൈഡ്സിൻ്റെ റേഷ്യോ ഇത് പ്രൊപ്പോർഷണൽ ആണ് പറഞ്ഞിട്ടുണ്ട്. കറസ്പോണ്ടിങ് സൈഡ്സ് ആയിരിക്കും പ്രൊപ്പോർഷണൽ ആയിട്ടുണ്ടാവുക. അതായത് എ ബി സി സിമിലർ ടു ക്യൂ പി ആർ ആണെങ്കിൽ എ ബി ബൈ ക്യൂ പി ഈക്വൽ ടു ബി സി ബൈ പി ആർ ഈക്വൽ ടു എ സി ബൈ ക്യൂ ആർ. ഇതാണ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ. ഓക്കെ,
അതായത് ഞാൻ ഉദ്ദേശിച്ചുള്ളത് എന്താണെന്ന് വെച്ചാൽ എ ബി സി സിമിലർ ടു ക്യൂ പി ആർ എന്ന് പറഞ്ഞാലും എ ബി സി സിമിലർ ടു പി ക്യു ആർ എന്ന് പറഞ്ഞാലും രണ്ടും വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എ ബി സി സിമിലർ ടു പി ക്യു ആർ ആണെങ്കിൽ എ ബിക്ക് കറസ്പോണ്ടിങ് ആയ സൈഡ് പി ക്യു ആണ്. ഇവിടെ റേഷ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും, എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു എ സി ബൈ ക്യു ആർ, സോറി ബി സി ബൈ പി ആർ ഈക്വൽ ടു എ സി ബൈ ക്യു ആർ. ഓക്കെ, ഈ രീതിയിൽ എഴുതേണ്ടി വരും. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ എ ബി സി ബൈ ഏരിയ പി ക്യു ആർ, ഏരിയൻ്റെ റേഷ്യോ 3:16 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ഈ ഏരിയൻ്റെ റേഷ്യോൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും 9/60. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താണ്? 3/4 സൈഡ്സിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? എ ബി ബൈ ക്യു പി ഈക്വൽ ടു ബി സി ബൈ പി ആർ ഈക്വൽ ടു എ സി ബൈ ക്യു ആർ ഈക്വൽ ടു 3/4 എന്ന് എഴുതാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റേഷ്യോയിൽ അവിടെ പി ആർ ഉള്ളത്, ഇവിടെയാണ് പി ആർ ഉള്ളത്. അപ്പോൾ ബി സി ബൈ പി ആർ ഈക്വൽ ടു 3/4. ഓക്കെ, ബി സിൻ്റെ വാല്യൂ എന്താ ക്വസ്റ്റ്യൻ എന്നല്ല, ബി സിൻ്റെ വാല്യൂ ബി സി ഈക്വൽ ടു 6. 3ഉം 6ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി 2 കിട്ടും. അന്ന് പി ആർ ഈക്വൽ ടു 8 എന്ന് കിട്ടും, 8 സെൻറ്റിമീറ്റർ. ഓക്കെ, question, the sides of a triangle are 24 cm, 26 cm and 10 cm. ട്രയാങ്കിൾ എടുക്കാം. ഇത് ആക്ച്വലി എന്താണ്? 24, 26, 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്ലറ്റ് അല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതാണ് ആദ്യത്തെ ഒബ്സർവേഷൻ. ഓക്കെ, ഒരു സൈഡ് 24, ഒരു സൈഡ് 10, 1, 26, 24, 10, 26. At each vertices, circles of radius 4.2 cm are drawn. അപ്പോൾ ഓരോ വെർട്ടീസസിലും 4.2 സെൻറ്റിമീറ്റർ ലോങ് ആയിട്ടുള്ള സർക്കിൾസ് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 4.2 സെൻറ്റിമീറ്റർ. ഓക്കെ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എക്സ്ക്ലൂഡിംഗ് ദ പോർഷൻ കവേർഡ് ബൈ ദ സെക്ടേഴ്സ് ഓഫ് ദ സർക്കിൾസ്? അപ്പോൾ ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെക്ടേഴ്സ് അവോയ്ഡ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് സെക്ടേഴ്സിൻ്റെ ഏരിയ നമ്മൾ കുറച്ചാൽ മതി. ഞാൻ ഈ 3 സെക്ടേഴ്സ് ഒന്ന് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ, ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ 3 സെക്ടേഴ്സ് ഒന്ന് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിള് പ്ലസ് ഈ ആംഗിള് പ്ലസ് ഈ ആംഗിള്, 3 ആംഗിള് അല്ലേ? ഈ 3 ആംഗിളിൻ്റെ സം എന്തായിരിക്കും? 3 ആംഗിൾ സം 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 3 സെക്ടർ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ ആക്ച്വലി എന്താ കിട്ടുക? ഒരു സെമി സർക്കിളാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ഏരിയ ഓഫ് സെമി സർക്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10 × 24 മൈനസ് ഏരിയ ഓഫ് ദ സെമി സർക്കിൾ എന്താണ്? πr² 22/7 ഇൻറ്റു 4.2 ഇൻറ്റു 4.2 ബൈ 2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ പറയുക? 120 മൈനസ് 0.6 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 0.3. ഇത് മൾട്ടിപ്ലൈ ആണല്ലേ? മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻ്റെ ഡിജിറ്റ് നോക്കിയാൽ മതി. 120 എന്ന് പറഞ്ഞാൽ എന്താണ്? 120.00 മൈനസ് ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടാവില്ലേ? അപ്പോൾ ഏറ്റവും എൻഡിലെ ഡെസിമൽ പ്ലേസിൻ്റെ വാല്യൂ എന്താണ്? 2 ഡെസിമൽ പ്ലേസ് ഉണ്ടാവും. ഏറ്റവും എൻഡിലെ ഡെസിമൽ പ്ലേസിൻ്റെ വാല്യൂ 6 ആണ്. 0-ന് 6 കുറച്ചാൽ എന്താ കിട്ടുക? ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കിട്ടും. 6 അല്ലല്ലോ. ഓക്കെ, ഇത് 6 അല്ല. 2 × 3 6, 6 × 2 6 × 2 12. ഇവിടെ 2 വരിക എൻ്റെ ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് എൻ്റെ ഡിജിറ്റ് 2 മൈനസ് ചെയ്താൽ എൻ്റെ ഡിജിറ്റ് എത്ര കിട്ടുക? 8 കിട്ടുക. ലാസ്റ്റ് ഡെസിമൽ പ്ലേസിൻ്റെ ഏറ്റവും അവസാനം 8 കിട്ടും. അല്ലാന്നുള്ള ആളുകൾ, മനസ്സിലാത്ത ആളുകൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി എൻ്റെ ഡിജിറ്റ് നോക്കിയാൽ തന്നെ പെട്ടെന്ന് ഇത്ര സ്പോട്ട് ചെയ്യാൻ പറ്റും.
ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് ഈ അടുത്ത്. ഇൻ ദ ഗിവൺ ഫിഗർ എ ഡി ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ, എ ഇ ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, അങ്ങനെ വന്ന ഡി സി ഈക്വൽ 14 സെൻറ്റിമീറ്റർ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബി ഡി? ബി ഡിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ആംഗിൾ എന്താണ്? 70 ഡിഗ്രി. ഈ ആംഗിൾ 70 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 110 ഡിഗ്രി. ആംഗിൾ ബിൻ്റെയും ആംഗിൾ ഇൻ്റെയും സമ്മ് എന്താണ്? 180 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് പറയുന്ന പേരാണ് ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അതൊരു സൈക്ലിക് കോഡിലാറ്ററലിൻ്റെ പ്രോപ്പർട്ടിയാണ്. സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു കോഡിലാറ്ററലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടിയ എന്താണ്? സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു കോഡിലാറ്ററലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഡിലാറ്ററൽ ഇ ഡി ബി സിനെ നമുക്ക് സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് വരക്കാൻ പറ്റുന്ന അർത്ഥം. ഞാൻ ഇവിടെ സർക്കിൾ വരക്കാണ്. സർക്കിളായിട്ട് കൺസിഡർ ചെയ്യണം, വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതൊരു സർക്കിളാണ്. അപ്പോൾ ഇതൊരു സർക്കിളാണെങ്കിൽ സർക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി ഇല്ലേ, സീക്കൻഡ് പി എ ബി പി സി ഡി, ഇങ്ങനെ രണ്ട് സീക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എ ഡി ഇൻറ്റു എ ബി ഈക്വൽ ടു എ ഇ ഇൻറ്റു എ സി. എ ഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ എന്തുണ്ട്? 12 ഇൻറ്റു എ ബി. എ ബിൻ്റെ വാല്യൂ എന്താണ്? എ ബി എന്ന് പറഞ്ഞാൽ എ ബി എത്ര? എ ബി അറിയില്ല. എ ഇൻ്റെ വാല്യൂ എന്താണ്? എ ഈക്വൽ ടു 8 ഇൻറ്റു എ സി. എ ഇ 12 എ ഇ സി 14 അല്ലേ? അപ്പോൾ എ സിൻ്റെ വാല്യൂ 26 ആണ്. എ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 2 വരും. 52/3. എ ബി കിട്ടും 52/3. നമുക്ക് ബി ഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. ബി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡി ഈക്വൽ ടു എ ബി മൈനസ് ഡി ബി. എ ബി മൈനസ് എ ഡി ആണ്. അതായത് 52/3 മൈനസ് 12. ഇത്രയും 36 ആകുമ്പോൾ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എ ഡിൻ്റെ എ ബി കിട്ടും. ഇരുപത്തിരണ്ട് 26 അല്ലേ? 22ആണല്ലേ? എ സി 22ആണ്. ഓക്കെ, എ ബി കിട്ടും 44/3 കിട്ടും. 44/3 മൈനസ് 12 കണ്ടുപിടിക്കേണ്ടത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 8/3 കിട്ടും. ബി ഡി ഈക്വൽ ടു 8/3. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്
പറഞ്ഞു തന്ന ഉപകാരമായിരിക്കും. ആ സമയത്ത് തന്നെ എല്ലാവരും ചെക്ക് ചെയ്തു. ട്രയാങ്കിൾ എ ബി സി, എ ഡി പെർപെൻഡിക്കുലർ ബി സി. AD perpendicular BC and BE perpendicular AD. AD and BE intersect each other at F. If BF equal to AC, then the value of angle ABC. ഇതൊന്ന് വലുതായിട്ട് വരക്കാം. വലുതായിട്ട് വരച്ചാൽ ഇത് ഒരുപാട് മാർക്ക് ചെയ്യാണ്ട് ഈ ട്രയാങ്കിൾ. Okay, in triangle ABC, in triangle ABC, AD perpendicular BC, അതേപോലെ തന്നെ BE perpendicular AC. AD and BE intersect each other at F. If BF equal to AC, okay, BF equal to AC ആണെങ്കിൽ then the measure of angle ABC is. ഈ ആംഗിളിന്റെ മെഷർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെങ്ങനെ ചെയ്തു തുടങ്ങാം? ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ BFDയും ആംഗിൾ AFEയും ആംഗിൾ BFDയും അതേപോലെ ആംഗിൾ AFEയും രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രയാംഗിൾ AEFും അതേപോലെ തന്നെ ട്രയാംഗിൾ BDFും ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്ന് പറയാൻ പറ്റും. രണ്ട് ട്രയാംഗിളിലെ രണ്ട് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ട്രയാംഗിൾസ് എന്താണ്? സിമിലർ ആണ്. രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്നെങ്കിൽ നമുക്ക് എന്ന് പറയാൻ പറ്റും കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്താണ്? കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ട്രയാംഗിൾ നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ രണ്ട് ട്രയാംഗിളിന്റെ സിമിലാരിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്ന് നമുക്ക് ആദ്യം കിട്ടി. അതേപോലെ തന്നെ നമ്മൾ ട്രയാംഗിൾ BDFും അതേപോലെ തന്നെ ട്രയാംഗിൾ ADCയും കമ്പയർ ചെയ്യാം. ട്രയാംഗിൾ ADC കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ രണ്ട് ട്രയാംഗിൾസ് ട്രയാംഗിൾ BDFും ട്രയാംഗിൾ ADC, ഈ വലിയ ട്രയാംഗിൾ ADCയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. മാത്രമല്ല അപ്പോൾ നേരത്തെ ഈ ഒരു ആംഗിളില്ല, ഈ ആംഗിളും ഈക്വലാണ് നമുക്ക് നേരത്തെ കിട്ടിയില്ല. കാരണം ട്രയാംഗിൾ BFDയും ട്രയാംഗിൾ AEFും ട്രയാംഗിൾ BDFും സിമിലർ ആണെങ്കിൽ ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയാംഗിൾ ADC ട്രയാംഗിൾ BDF നമുക്ക് സിമിലർ ആണെന്ന് പറയാൻ പറ്റും.
രണ്ട് ആംഗിൾ ഈക്വൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. രണ്ട് ആംഗിൾസ് സിമിലർ ആയി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൈഡ്സിന്റെ റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് സൈഡ്സ് ഏതാണ്? ബി എഫ് എ സി. ബി എഫ് ഡിവൈഡഡ് ബൈ എ സി വിൽ ബി ഈക്വൽ ടു ബി ഡി ഡിവൈഡ് ബൈ എ ഡി. ബി ഡി ഡിവൈഡ് ബൈ എ ഡി. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്താണ്? ബി എഫ് ഈക്വൽ ടു എ സി എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബി എഫും എ സിയും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബി എഫും എ സിയും ഈക്വൽ ആണെങ്കിൽ ബി എഫ് ബൈ എ സി ഈക്വൽ ടു 1/1 ഈക്വൽ ടു ബി ഡി ബൈ എ ഡി ഈക്വൽ ടു 1/1 എന്ന് കിട്ടും. അപ്പോൾ ബി ഡിയും എ ഡിയും ഈക്വൽ ആണ്. ഓക്കെ, ഞാൻ ഈ ഒരു വലിയ ട്രയാങ്കിളിൽ നിന്ന് ട്രയാങ്കിൾ എ ഡി ബി ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി നമുക്കറിയാം. ഇവിടെ ബി ഡിയും അതേപോലെ തന്നെ എ ഡിയും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, കാരണം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? 45 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത് ആംഗിൾ എ ബി സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്. അപ്പോൾ ആംഗിൾ എ ബി സിന്റെ വാല്യൂ എന്താണ്? 45 ഡിഗ്രി. രണ്ട് സിമിലാരിറ്റി യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ, 2 sides of a triangle are of length 3 cm, 8 cm. If the length of the third side is x cm, then the value of x is. ഇതൊക്കെ ടീച്ചേഴ്സ് പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? 3 സൈഡ് എ ബി സി ഉണ്ടെങ്കിൽ എ മൈനസ് ബിന്റെയും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ട് സൈഡിന്റെ ഡിഫറൻസിനേക്കാളും കൂടുതലായിരിക്കും. അതേപോലെ ബാക്കിയുള്ള രണ്ട് സൈഡിന്റെ സമ്മിനേക്കാളും കുറവായിരിക്കും മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത്. അങ്ങനെയുള്ള കേസസ് മാത്രമേ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് സൈഡ്സ് 3ഉം 8ഉം ആണ്. മൂന്നാമത്തെ സൈഡ്സിന്റെ ലെങ്ത് എന്തൊക്കെ വാല്യൂസ് പോസിബിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ സൈഡിന്റെ വാല്യൂ 8 - 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 + 3. ഇവിടെ നമ്മൾ മോഡുലസ് ആയിട്ട് എടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറൻസിന്റെ മോഡുലസ് വാല്യൂ. ചില ആൾക്കാർ ഇവിടെ 3 - 8 എടുത്തിട്ട് -5 എഴുതാൻ ചാൻസ് ഉണ്ട്. -5 ഒന്നല്ല, സൈഡിന്റെ ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ 5 ലെസ് ദാൻ സി ലെസ് ദാൻ 11 എന്ന് വരും. അപ്പോൾ 5ന്റെയും 11ന്റെയും ഇടയിലായിരിക്കും ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിന്റെ വാല്യൂസ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് 2019 മെയിൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 2019 മെയിൻസിൽ ഞാൻ ഇത് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് സമയം എടുത്തു ആ എക്സാമിന്റെ സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. P and Q are on the sides AC and BC respectively. P and Q are AC and BC respectively. Okay, AC, BC, P. But P, Q. Okay, AC, BC respectively such that AP is to PC equal to AP is to PC, BQ is to QC equal to 1:2. അപ്പോൾ AP is to PC എന്ന് പറയുന്നത് 1:2 ആണ്. ഇത് 1:2 ആണ്. AP is to PC. അതേപോലെ തന്നെ BQ is to QC ഇതും എന്താണ്? 1:2 ആണ്. കണ്ടുപിടിക്കാൻ പറ്റുന്നത് AQ² + BP² ഡിവൈഡഡ് ബൈ AB². ഈ ഒരു രണ്ട് ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ ആണ് AQ² + BP² ഡിവൈഡ് ബൈ AB² ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും?
ഇവിടെ എ പി ഈസ് ടു പി സി എന്ന് പറഞ്ഞാൽ 1:2 ആണ് തന്നിട്ടുള്ളത്. ഞാൻ എ പിനെ എക്സ് എന്ന് എടുത്തു, അതേപോലെ തന്നെ പി സി എന്നുള്ള 2x എന്ന് എടുത്തു. അതേപോലെ സി ക്യൂ ഈസ് ടു ക്യൂ ബി ഈക്വൽ ടു 2:1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ സി ക്യൂ ഈക്വൽ ടു 2x എന്ന് എനിക്ക് എടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഈ രണ്ട് സൈഡിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് അല്ലേ. അതായത് ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് 6/9 അതേപോലെ തന്നെ 12/18, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് എഴുതാൻ പറ്റില്ലേ? അതായത് ഇതിൻ്റെ റേഷ്യോ 2/3 ആണ്, ഇതിൻ്റെ റേഷ്യോ 2/3 ആണ്, എൻ്റെ റേഷ്യോ 2/3 ആണ്. പക്ഷേ ക്യാൻസൽ ചെയ്ത ടേം ഇവിടെ എന്താണ്? ഇവിടെ ക്യാൻസൽ ചെയ്ത ടേം 6 ആണ് രണ്ട് ടേം, ഇവിടെ ക്യാൻസൽ ചെയ്ത ടേം 3 ആണ് രണ്ട് ടേം. ഓക്കെ, അപ്പോൾ ക്യാൻസൽ ചെയ്ത ആ റേഷ്യോക്ക് കറസ്പോണ്ടിങ് ആയുള്ള ടേം രണ്ട് കേസിലും ഈക്വൽ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എനിക്ക് 2y എന്ന് എടുക്കണം, അതേപോലെ ഇവിടെ y എന്ന് എടുക്കണം. ഓക്കെ, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഞാൻ ഇനി ഓരോ ട്രയാങ്കിൾസും ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. തൽക്കാലം എന്താ പറയുക, AQ² കണ്ടുപിടിക്കണം, AQ² കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ACQ, ട്രയാങ്കിൾ ACQ ആണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളെ ബിഗ് ട്രയാങ്കിൾ നോക്കിയാൽ ട്രയാങ്കിൾ ACQ ഏതാണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഇവിടെ AC-ൻ്റെ വാല്യൂ എന്താണ്? AC എന്ന് പറഞ്ഞാൽ AP + PC ആണ്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ 3x, CQ-ൻ്റെ വാല്യൂ എന്താണ്? 2y. അപ്പോൾ AQ² വാല്യൂ AQ² ഈക്വൽ ടു 9x² + 4y² എന്ന് കിട്ടും. അതേപോലെ ഞാൻ അടുത്ത ട്രയാങ്കിൾ എത്തും. അടുത്ത ട്രയാങ്കിൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടതാണ്? BP-ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, BP. ഓക്കെ, BP-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ട്രയാങ്കിൾ PCB എടുത്തു. ട്രയാങ്കിൾ PCB ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. PC-ൻ്റെ വാല്യൂ 2x ആണ്. പിന്നെ എന്താണ് BC? അടുത്ത BC, BC-ൻ്റെ വാല്യൂ എന്താണ്? 2y + y 3y. ഇവിടുന്ന് BP² ഈക്വൽ ടു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 4x² + 9y². അപ്പോൾ AQ² + BP² ഈ ഒരു ടേമിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 9x² + 4x² 13x² + 13y². 4y² + 9y² എന്ന് പറഞ്ഞാൽ 13y². ഓക്കെ, ഇനി എന്താണ് ഞാൻ ഈ നമ്മുടെ ബിഗ് ട്രയാങ്കിൾ ABC ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്, ABC. ഓക്കെ, അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത് 3x ആണ്, ഈ സൈഡിൻ്റെ ലെങ്ത് 3y ആണ്. അപ്പോൾ നാച്ചുറലി AB-ൻ്റെ ലെങ്ത് എന്തായിരിക്കും? AB-ൻ്റെ ലെങ്ത് അല്ല, AB² ൻ്റെ ലെങ്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 9x² + 9y² ആയിരിക്കും. അപ്പോൾ AQ² + BP² ഡിവൈഡഡ് ബൈ AB²ൻ്റെ വാല്യൂ എന്താ വരിക? ഇത് ഡിവൈഡഡ് ബൈ 9 × x² + y². ഓക്കെ, രണ്ട് ടേമൊന്നും 13 കോമൺ ആക്കി എടുത്താൽ x² + y² ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ആവും, ബാക്കി എന്താ വരിക? 13/9 വരും. ഇതാണ് ഓപ്ഷൻ ബി. Let D and E be 2 points on sides BC of triangle ABC such that AD equal to AE, angle BAD equal to angle EAC. Just let's നോക്കാം. D and E are 2 points on BC of triangle ABC. Okay, triangle ABC. Triangle ABCയിൽ ഡിയും ഇയും 2 points on BC എന്ന സൈഡിലുള്ള 2 points ആണ് TE. പിന്നെ എന്താണെന്നുള്ളത്? AD equal to AE. രണ്ട് ലൈൻ നമ്മൾ ജോയിൻ ചെയ്യണം അല്ലേ?
എ ഡി ഈക്വൽ ടു എ ഇ. ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ ഇ എ സി. ബി എ ഡി ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഇ എ സി. എ ബി ഈക്വൽ ടു 3x + 1. ബി ഡി ഈക്വൽ ടു 9. എ സി ഈക്വൽ ടു 34. ഇ സി ഈക്വൽ ടു y + 1. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് x + y? അപ്പോൾ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എ ഡി ഈക്വൽ ടു എ ഇ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ എ ഡി ഇ, ട്രയാങ്കിൾ എ ഡി ഇ എന്തായിരിക്കും? ട്രയാങ്കിൾ എ ഡി ഇ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ? ഐസോസിലസിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ അറിയില്ല, ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഇത് തീറ്റ, ഇത് തീറ്റ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 180 - തീറ്റ. ഈ ആംഗിൾ എന്തായിരിക്കും? 180 - തീറ്റ. ഇനി ട്രയാങ്കിൾ എ ഡി ബി, ഈ ട്രയാങ്കിളും ട്രയാങ്കിൾ എ ഇ സി, ഈ രണ്ട് ട്രയാങ്കിൾ കമ്പയർ ചെയ്യുമ്പോൾ ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഇ ആണ് അല്ലെ? ആംഗിൾ ഡി എന്താണ്? 180 - തീറ്റയാണ്. ആംഗിൾ ഇ എന്ന് പറയുന്നത് 180 - തീറ്റയാണ്. ആംഗിൾ ഡിയും ആംഗിൾ ഇയും ഈക്വൽ ആണ്. മാത്രമല്ല ആംഗിൾ എ രണ്ടിലും, എ എന്ന് പറയുന്ന ആക്ച്വലി എന്താണ്? ബി എ ഡി. ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ ഇ എ സി ആണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളും എന്താണ്? രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്. മാത്രമല്ല ഒരു സൈഡ് എ ഡി ഈക്വൽ ടു എ ഇ ആണ്. അപ്പോൾ എ എസ് എ, ആംഗിൾ സൈഡ് ആംഗിൾ, രണ്ട് ആംഗിളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൈഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ട്രയാങ്കിൾ എ ഡി ബിയും ട്രയാങ്കിൾ എ ഇ സിയും കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് പറഞ്ഞാൽ എക്സാക്ട് സെയിം ആണ്, രണ്ടും എക്സാക്ട് സെയിം കോപ്പിയാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഈക്വൽസ് ആയിരിക്കും. എ ബി വിൽ ബി ഈക്വൽ ടു എ സി. മാത്രമല്ല ബി ഡി വിൽ ബി ഈക്വൽ ടു ഇ സി. അതുപോലെ തന്നെ എ ഡി ഈക്വൽ ടു എ. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നാണ്. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു എ സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 3x + 1 = 34. സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 33/3 11 എന്ന് കിട്ടും. അടുത്തെന്താണ്? ബി ഡി ഈക്വൽ ടു ഇ സി. ബി ഡി ഈക്വൽ ടു ഇ സി നമ്മൾ കൊടുക്കുമ്പോൾ 9 = y + 1 എന്ന് കിട്ടും. ഇന്ന് y = 8 എന്ന് കിട്ടും. x + yൻ്റെ വാല്യൂ കണ്ടിട്ടുണ്ട് 11 + 8. 11 + 8ൻ്റെ വാല്യൂ ആണ് 90. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്നത് സെൻറ്റേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സെൻറ്റേഴ്സ് എന്താ എല്ലാവർക്കും അറിയാം. ഇൻസെൻറ്റർ, സർക്കം സെൻറ്റർ, സെൻട്രോയിഡ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് എന്നാൽ ഇൻട്രോ ആയിട്ട് കുറച്ച് സെൻറ്റേഴ്സിൻ്റെ കുറച്ച് ആംഗിൾസിൻ്റെ കാര്യം പറയാം. നമുക്കറിയാം ഇൻസെൻറ്റർ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടേഴ്സിന് കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇൻസെൻറ്റർ. ഓക്കെ, ഈ പോയിന്റ് ഇൻസെൻറ്റർ ഐ എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ എ ബി സി, ഐ എന്ന പോയിന്റ് ഇൻസെൻറ്റർ ആണ്. എ എന്ന ആംഗിൾ തീറ്റ എന്നാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ഐ എ ബി ഐ സി. ബി ഐ സി ഈക്വൽ ടു 90 + a/2 ആണ്. ഇതാണ് ഇൻസെൻറ്ററിൻ്റെ ആംഗിളിൻ്റെ റിലേഷൻ. അതേപോലെയുള്ള ഒരു സെൻറ്ററാണ് എക്സ് സെൻറ്റർ എന്ന് പറയും. ഓക്കെ, എക്സ് സെൻറ്റർ എന്താണ്? രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ ബൈസെക്ടറിൻ്റെയും അതേപോലെ തന്നെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എക്സ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇ എന്ന് മാർക്ക് ചെയ്തു. ഈ ആംഗിൾ എ ആണെങ്കിൽ ഇത് തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ബി സി. ആംഗിൾ ബി ഇ സി എന്ന് പറയുന്നത് 90 - a/2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 90 - θ/2. ഇനി അടുത്തായി പഠിക്കാനുള്ളത് സർക്കം സെൻറ്റർ ആണ്. സർക്കം സെൻറ്റർ എല്ലാവർക്കും അറിയാം. സർക്കം സെൻറ്റർ എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സിൻ്റെ മീറ്റിംഗ് പോയിന്റ് ആണ് സർക്കം സെൻറ്റർ. ആ പോയിന്റിനെ സി എന്ന് മാർക്ക് ചെയ്തു.
സെൻറ്റർ സി എന്ന് മറിക്കാൻ പറ്റില്ല അല്ലേ, ജസ്റ്റ് പിന്നെ എന്താ പറയുക, ഓക്കെ ഡി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എ തീറ്റ എന്നാണെങ്കിൽ ആംഗിൾ ബി ഡി സി എന്തായിരിക്കും? ആംഗിൾ ബി ഡി സി 2 തീറ്റ ആയിരിക്കും. ഈ ആംഗിൾ 2 തീറ്റ ആയിരിക്കും. അതാണ് സർക്കംസെൻറ്ററിൻ്റെ പ്രോപ്പർട്ടി. അതേപോലെ തന്നെ എ ബി സി എന്ന ട്രയാങ്കിൾ ഉണ്ട്. ഒ എന്ന പോയിന്റ് ഒരു ഓർത്തോ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. രണ്ടിൻ്റെ സം എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും. ഒ എന്ന പോയിന്റ് ഓർത്തോ സെൻറ്റർ ആണെന്നെങ്കിൽ ഈ 4 ആംഗിളിൻ്റെ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. വേറെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ അതെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മുടെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എസ് ഈസ് ദ ഇൻസെൻറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ, ആംഗിൾ പി എസ് ആർ ഈക്വൽ 125 ഡിഗ്രി, മെഷർ ഓഫ് ആംഗിൾ ക്യു ഒ ആർ പി ക്യു ആർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ ഫിഗർ വെച്ച് ചെയ്യാൻ പോകരുത്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും നിങ്ങൾ ഫിഗർ വെച്ച് ചെയ്യരുത്. നിങ്ങൾ ഏത് പേപ്പർ നോക്കിയാലും ഇങ്ങനെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തട്ടിയിട്ട് നടക്കാൻ പാടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇത്. എന്നാലും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഫിഗർ എടുക്കാം. ട്രയാങ്കിൾ പി ക്യു ആർ, എസ് ഈസ് ദ ഇൻസെൻറ്റർ, എസ് ഇൻസെൻറ്റർ ആണ്. പി എസ് ആർ ഓക്കെ, പി എസ് ആറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 125 ഡിഗ്രിയാണ്. വാട്ട്സ് ദ മെഷർ ഓഫ് ആംഗിൾ പി ക്യു ആർ? പി ക്യു ആർ തീറ്റ ആണെങ്കിൽ പി എസ് ആർ ഈക്വൽ ടു 90 പ്ലസ് തീറ്റ ബൈ 2. അപ്പോൾ 90 പ്ലസ് തീറ്റ ബൈ 2 ഈക്വൽ ടു 125. തീറ്റ ബൈ 2 ഈക്വൽ ടു 35. തീറ്റ ഈക്വൽ ടു 70 ഡിഗ്രി. ഓക്കെ, question: the bisector of angle A in triangle ABC made BC at D if AB equal to 15 cm, AC equal to 30 cm and BC equal to 14 cm, find the value of DC. ഓക്കെ, ഇതും ഒരുപാട് തവണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ തിയറി നോട്ട് ചെയ്യുക. ഇൻറ്റീരിയർ ആംഗിൾ ബൈസെക്ടർ തിയറി എന്നാണ് ഇതിൻ്റെ തിയറിൻ്റെ പേര്. ഇത് ട്രയാങ്കിൾ എ ബി സി ആണെങ്കിൽ എ ഡി എന്നുള്ളത് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ, ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ ആണെന്നുണ്ടെങ്കിൽ, എ എന്ന ആംഗിളിൻ്റെ ബൈസെക്ടർ ആണ് എ ഡി എന്നുണ്ടെങ്കിൽ, ഈ സൈഡ് ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ബി ആണ് ലെങ്ത്, സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് സി ആണ് ലെങ്ത് എങ്കിൽ ബി സി എന്ന സൈഡിനെ എ ഡി എന്ന ലൈൻ, ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് സി ഈസ് ടു ബി റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. സി ഈസ് ടു ബി റേഷ്യോ, അതായത് ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോയിലായിരിക്കും ആംഗിൾ ബൈസെക്ടർ ഓപ്പോസിറ്റ് വേർട്ടെക്സിനെ, ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. അപ്പോൾ ബി ഡി ഈസ് ടു ഡി സി, ബി ഡി ഈസ് ടു ഡി സി എന്ന് പറയുന്നത് സി ഈസ് ടു ബി ആയിരിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴും പൊതുവേ നിങ്ങൾ ഫിഗർ വരക്കാതെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ഫിഗർ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി ആണ്. ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ, ഓക്കെ, ആംഗിൾ എന്റെ ബൈസെക്ടർ ഡി, എ ബി സിക്കൽ 15, എ സി ഈക്വൽ 13, ബി സി ഈക്വൽ ടു 14. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി ഡി, സി ഡിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഡി എന്ന പോയിന്റ് ബി സിനെ 15:13 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡി സി ഈക്വൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 13/13 + 15 × 14, 13/28 × 14, 6.5 സെൻറ്റിമീറ്റർ. Question: the perimeter of triangle ABC is 24 cm. Okay, the perimeter 24 cm ആണ്. And its side BC equal to 9 cm. BC ന്റെ value 9 cm ആണ്. AD is the bisector of angle BAC. Okay, AD is the bisector of angle BAC. I is the incenter. Find the value of AI by ID.
ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിയിൽ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് സ്മോൾ ലെറ്റർ ബി, ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് സ്മോൾ ലെറ്റർ സി എന്ന് മാർക്ക് ചെയ്തു. ഇത് ആംഗിൾ ബൈസെക്ടറാണ്. ഡി എന്ന പോയിന്റ് എന്താണ്? ആംഗിൾ ബൈസെക്ടർ ബേസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഡി. ഐ എന്ന പോയിന്റ് ഇൻ സെൻറ്റർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ ഐ ബൈ ഐ ഡി ഈക്വൽ ടു ബി പ്ലസ് സി ബൈ എ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഈ ഓപ്പോസിറ്റിലെ രണ്ട് സൈഡ്സും കൂട്ടുക, ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ആംഗിൾ ബൈസെക്ടർ ഹിറ്റ് ചെയ്യുന്ന സൈഡ് എ. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? ബി സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബി സിൻ്റെ വാല്യൂ 9 ആണ്. ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പെരിമീറ്ററിൻ്റെ വാല്യൂ 24 ആണ്. അപ്പോൾ എ ബി പ്ലസ് ബി സി, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ആസ് പെർ ഈ ഒരു ക്വസ്റ്റ്യൻ എ ഐ ബൈ ഐ ഡി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ഡിവൈഡഡ് ബൈ ബി സി ആണ്. ഓക്കെ, ബി സിൻ്റെ വാല്യൂ 9 ആണ് തന്നിട്ടുണ്ട്. പിന്നെ മൊത്തം ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ വാല്യൂ 24 തന്നിട്ടുണ്ട്. അപ്പോൾ 24 9 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 15 കിട്ടും. ആ 15 എന്താണ്? എ ബി പ്ലസ് ബി സിൻ്റെ വാല്യൂ ആണ്. 15/9, 15/9 സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 5/3. ഓപ്ഷൻ ഡി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു 66 ഡിഗ്രി, AB and AC are produced to the point D and E respectively if the bisectors of angle CBD, CBD ന്റെ ബൈസെക്ടർ, അതേപോലെ തന്നെ ആംഗിൾ BCE, ആംഗിൾ BCE ന്റെ ബൈസെക്ടർ. ഓക്കെ, ഈ രണ്ട് ആംഗിളിലെ ബൈസെക്ടർ മീറ്റ് അറ്റ് പോയിന്റ് ഓ ആംഗിൾ BOC. ഈ ആംഗിളിലെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി എന്താണ്? ഈ ഒ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ്? എക്സ് സെൻറ്റർ ആണ്. അപ്പോൾ ആംഗിൾ BOC നമ്മൾ നേരത്തെ പഠിച്ചു. ആംഗിൾ BOC ഈക്വൽ ടു 90 മൈനസ് ആംഗിൾ A/2. 90 ഡിഗ്രി മൈനസ് ആംഗിൾ എ. ആംഗിൾ എൻ്റെ മെഷർമെൻറ്റ് എന്താണ്? 66/2. അപ്പോൾ 90 മൈനസ് 33 എന്താണ്? 57. ഓക്കെ, ഇതും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേപ്പറിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഫിഗർ വരച്ച് ചെയ്യാതിരിക്കുക. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എ ബി ആൻഡ് AC ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം ഇത് മോസ്റ്റ് പ്രോബബ്ലി എക്സ് സെൻറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ CBD ആൻഡ് BC എന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആംഗിളിൻ്റെ ബൈസെക്ടേഴ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. മീറ്റ് പോയിന്റ് O, പിന്നെ ആ പോയിന്റ് O ആണ് ആംഗിൾ BOCൻ്റെ വാല്യൂ എന്താണ് കണ്ടുപിടിക്കണം? 90 മൈനസ് A/2. അതൊക്കെ ഗസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഇത് ഫിഗർ വെച്ചും ചെയ്യാൻ നിൽക്കരുത്. ക്ലീഷ ക്വസ്റ്റ്യൻസ് അല്ലേ. അടുത്തത്, ഇൻ ട്രയാങ്കിൾ ABC AD is the median from A to BC. ABC equal to 6 cm, AC equal to 8 cm, BC equal to 10. Total BC ന്റെ ലെങ്ത് 10 ആണ്. Find the length of AD. ഇത് ആക്ച്വലി എന്താണ്? അപ്പോളോണസ് തിയറം എന്ന് പറയും. നമ്മൾ മീഡിയൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു തിയറത്തിനാണ് അപ്പോളോണസ് തിയറം എന്ന് പറയുന്നത്. ABCD. ഓക്കെ, ഇത് മീഡിയനാണ് വിചാരിക്കുക. അപ്പോൾ അപ്പോളോണസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AB² പ്ലസ് AC² ഈക്വൽ ടു 2 ഇൻറ്റു BD² പ്ലസ് AD². ഓക്കെ, അതായത് AB² പ്ലസ് AC² ഈക്വൽ ടു 2 ഇൻറ്റു BD² പ്ലസ് AD². അപ്പോൾ അത് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ആണെങ്കിൽ ABൻ്റെ ലെങ്ത് നമുക്കറിയാം 6ന്റെ സ്ക്വയർ 36 പ്ലസ് AC² എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ 64 ഈക്വൽ ടു 2 ഇൻറ്റു BD. ടോട്ടൽ BCൻ്റെ ലെങ്ത് 10 ആണ്. BD എന്തായിരിക്കും? BD എന്ന് പറഞ്ഞാൽ BCൻ്റെ പകുതി ആയിരിക്കും അല്ലേ. കാരണം D എന്താണ്? AD മീഡിയൻ ആയതുകൊണ്ട് D എന്ന് പറഞ്ഞാൽ BCൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് കിടക്കുന്ന, ബേസിൻ്റെ മിഡ് പോയിന്റിലേക്ക് കിടക്കുന്ന ലൈനാണ് മീഡിയൻ. അപ്പോൾ ഇവിടെ D എന്ന് പറഞ്ഞാൽ എന്താണ്? BCൻ്റെ മിഡ് പോയിന്റ് ആണ്. അവിടുന്ന് BDൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടും.
ബി ഡി സ്ക്വയർ എന്താണ് 25 പ്ലസ് എ ഡി സ്ക്വയർ. അപ്പോൾ 100 ഈക്വൽ ടു 2 ഇൻറ്റു ഈ വാല്യൂ കിട്ടും. അപ്പോൾ എ ഡി സ്ക്വയർ ഈക്വൽ ടു 50 മൈനസ് 25. എ ഡി സ്ക്വയർ ഈക്വൽ 25 കിട്ടും. അപ്പോൾ എ ഡിൻ്റെ വാല്യൂ എന്താണ്? എ ഡിൻ്റെ വാല്യൂ √25, അതായത് 5. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ എ ബി സി ബി ഇ ഈസ് പെർപെൻഡിക്കുലർ ടു എ സി. ഇത് 2018 മെയിൻസിൽ വെച്ച ക്വസ്റ്റ്യൻ കേട്ടോ. എൻ്റെ ഷിഫ്റ്റിൽ വെച്ച ക്വസ്റ്റ്യനാണ് 2018 മെയിൻസിൽ. വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് തന്നത്. എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ വലിയ ക്വസ്റ്റ്യനെ കാണുമ്പോൾ പൊതുവെ നമുക്കൊരു പേടി ഉണ്ടാവും. ഇത് ഇൻ കേസ് തെറ്റാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള പേടി ഉണ്ടാവും. ഇത്രയും വലിയ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് ഫിഗർ വരച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഇത്രയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേസ്റ്റ് ആവും. അപ്പോൾ സ്കിപ്പ് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങി തന്നെ. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ബി സി ബി ഇ പെർപെൻഡിക്കുലർ ടു എ സി. അതേപോലെ തന്നെ സി ഡി പെർപെൻഡിക്കുലർ എ ബി. The bisectors of angle OBC and OCB meet at P. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് O ആണ്. The bisectors of angle OBC and OCB meet at a point P. If angle BPC equal to 148 ഡിഗ്രി ആണെങ്കിൽ then what is the value of angle A? ആംഗിൾ എന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ മാത്രം വരയ്ക്കുകയാണെങ്കിൽ ചെറിയ ട്രയാങ്കിൾ BOC. ഓക്കെ, ഈ പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഈ BOC എന്ന ട്രയാങ്കിളിൻ്റെ എന്താണ്? പി എന്നുള്ള പോയിന്റ് ട്രയാങ്കിൾ BOCൻ്റെ ഇൻസെൻറ്ററാണ്. അപ്പോൾ 90 പ്ലസ് ആംഗിൾ BOC/2 ഈക്വൽ ടു 148 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇന്ന് ആംഗിൾ BOC ഈക്വൽ ടു 58 ഡബിൾ എന്താണ് 116. ഓക്കെ, ആംഗിൾ BOCയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 116 കിട്ടും. 116 ഡിഗ്രി. ഇനി ഞാൻ ട്രയാങ്കിൾ ABC, നമ്മുടെ ബിഗ് ട്രയാങ്കിൾ ABC തന്നെ കൺസിഡർ ചെയ്യണം. ABC കൺസിഡർ ചെയ്യുമ്പോൾ ഈ O എന്നുള്ള പറഞ്ഞ പോയിന്റ് എന്താണ്? ഓർത്തോ സെൻറ്റർ ആണ്. ഈ ആംഗിളിൻ്റെ വാല്യൂ 116 ആണ്. അപ്പോൾ ആംഗിൾ BOC പ്ലസ് ആംഗിൾ A ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രിയാണ്. അതല്ലേ ഓർത്തോ സെൻറ്ററിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. അപ്പോൾ ആംഗിൾ BOC പ്ലസ് ആംഗിൾ A ഈക്വൽ 180 ഡിഗ്രിയാണ്. ആംഗിൾ BOCൻ്റെ വാല്യൂ 116 ഡിഗ്രി പ്ലസ് ആംഗിൾ A ഈക്വൽ 180 ഡിഗ്രി. ഇത് നമുക്ക് ആംഗിൾ എൻ്റെ വാല്യൂ കിട്ടും. ആംഗിൾ എൻ്റെ വാല്യൂ എന്താണ്? 64. ക്വസ്റ്റ്യൻ, ഇതും 2018 മെയിൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2018 CGL മെയിൻസിൽ. ഓക്കെ, അല്ല, ഇത് അതാണോ? 2019 മെയിൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ABC 2019 മെയിൻസ്. In triangle ABC, D and E are the midpoints of sides BC and AC. Okay, in triangle ABC, D and E are the midpoints of BC and AC. BC അതേപോലെ AC. D and E. AD equal to 10.8 centimeter. അതേപോലെ തന്നെ BE ഈക്വൽ 14.4 സെൻറ്റിമീറ്റർ. ഇത് 10.8 അല്ലേ? എന്താണ്? 14.4. ദേ ഇൻ്റർസെക്ട് അറ്റ് G അറ്റ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ഒരു ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് G ആണ്. ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണെന്ന് പറയുന്നത്. ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാനിത് ട്രയാങ്കിൾ ഒന്നും കൂടി ഒന്ന് വൃത്തിക്ക് വരയ്ക്കുകയാണെങ്കിൽ ആക്ച്വലി ADയും അതേപോലെ BEയും എന്താണ്? മീഡിയൻസ് അല്ല. ആക്ച്വലി AD അതേപോലെ BE എന്ന് പറയുന്ന രണ്ട് മീഡിയൻസ് ആണ്. അല്ലേ? ഒരു മീഡിയൻ്റെ വാല്യൂ 10.8 ആണ്. നമുക്കറിയാം മീഡിയൻ
ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സെൻട്രോയിഡ് ഡിവൈഡ്സ് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. അപ്പോൾ AG:GD എന്ന് പറയുന്നത് 2:1 ആണ്. അതേപോലെ തന്നെ BG:GE എന്ന് പറയുന്നത് 2:1 ആണ്. ഇവ രണ്ട് ഇൻ്റർസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, മാത്രമല്ല നമുക്കറിയാം മീഡിയൻ ഡിവൈഡ്സ് ട്രയാങ്കിൾസ് ഇൻറ്റു ട്രയാങ്കിൾസ് ഓഫ് 6 ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ. ആ ഒരു പ്രോപ്പർട്ടി കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ BEൻ്റെ ലെങ്ത് 14.4 ആണ്. BE ഈക്വൽ 14.4 ആണ്. BE ഈക്വൽ 14.4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് BGൻ്റെ വാല്യൂ കിട്ടണം. BG ഈക്വൽ ടു എന്താണ്, 1:2 റേഷ്യോയിലായതുകൊണ്ട് BG ഈക്വൽ ടു 2/3 ഓഫ് 14.4 ആണ്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരിക, 9.6 BGൻ്റെ വാല്യൂ. അതേപോലെ തന്നെ ADൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, AD ഈക്വൽ ടു 10.8 ആണ്. AGൻ്റെ വാല്യൂ എന്താണ്, അപ്പോൾ AG ഈക്വൽ ടു 2/3 ഓഫ് 10.8. അപ്പോൾ AG ഈക്വൽ ടു 7.2. ഓക്കെ, മാത്രമല്ല ട്രയാങ്കിൾ AGB എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിൾ AGBൻ്റെ ഏരിയ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു BG ഇൻറ്റു AG വരും. ഓക്കെ, രണ്ടിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 9.6 ഇൻറ്റു 7.2. ക്യാൻസൽ ചെയ്യുമ്പോൾ 3.6. അപ്പോൾ 9.6 ഇൻറ്റു 3.6 ആണ് ട്രയാങ്കിൾ AGB എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഞാൻ ഈ ബാക്കിയുള്ള ഒരു മീഡിയൻ കൂടി വരച്ചു. നമുക്കറിയാം മീഡിയൻ ഡിവൈഡ്സ് ട്രയാങ്കിൾസ് ഇൻറ്റു 6 ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ. 6 ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊന്നാണ്. ഓക്കെ, മൊത്തം ഇങ്ങനെ 6 ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ട്രയാങ്കിൾ AGB എന്ന് പറയുന്നത് മൊത്തം 6 ട്രയാങ്കിൾസിൽ 2 ട്രയാങ്കിൾസാണ് ട്രയാങ്കിൾ AGB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏരിയ 6 പാർട്സ് ആണെങ്കിൽ 2 പാർട്സ് ആണ് ട്രയാങ്കിൾ AGB. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ AGBൻ്റെ ഏരിയ ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾ ABCൻ്റെ ഏരിയ കിട്ടും. ട്രയാങ്കിൾ ABCൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 9.6 ഇൻറ്റു 3.6. ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻ്റെ ഡിജിറ്റ് നോക്കിയാൽ മതി. 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 6 എഗെയിൻ 12. സോറി, 42. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ? 2 അല്ല, സോറി, ഇവിടെ 3 ആണ്. 3 ഇൻറ്റു 9.6 ഇൻറ്റു 3.6 ആണ്. 6 6 12, 12 ഇൻറ്റു 3 എൻ്റെ ഡിജിറ്റ് 6 വരും. 2 ഓപ്ഷൻ ഉണ്ടല്ലേ, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. ലാസ്റ്റ് 2 സ്റ്റെപ്പ് കണ്ടില്ല, ഇമേജിന് പിന്നിലായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ, എന്തായാലും ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തോന്നുന്നു. എവിടെ ഇഷ്യൂ ഒന്നും ആർക്കെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? 9.6 7.2. എൻ്റെ ഡിജിറ്റ് 8 ആണോ? 6 36. ഓക്കെ, എൻ്റെ ഡിജിറ്റ് 8 ആണല്ലേ. ഓക്കെ, എൻ്റെ ഡിജിറ്റ് 8 ആണ്. സോറി, 103.68. മൾട്ടിപ്ലൈ ചെയ്തൊക്കെ 103.68 ആയിരിക്കും ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി. ട്രയാങ്കിൾ ABC, A ആണ് 90 ഡിഗ്രി അല്ലേ. ABC ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? AD ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ A. ആംഗിൾ എയുടെ ബൈസെക്ടറാണ് AD. Meeting BC at D and DE perpendicular AC. DE perpendicular AC if AB equal to 10 cm. AB 10 cm ആണ്. അതേപോലെ തന്നെ AC equal to 15 cm. AC 15 cm ആണ്.
ദെൻ ദ ലെങ്ത് ഓഫ് ഡി ഇ ഇൻ സെൻറ്റിമീറ്റർ ഈസ് ഡി ഇൻ്റെ ലെങ്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് ഡി ഇ അല്ലേ? ഡി ഇ ലെങ്ത് ഓഫ് ഡി ഇ ഇൻ സെൻറ്റിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ ആംഗിൾ എൻ്റെ ആംഗിൾ ബൈസെക്ടറാണ് എ ഡി. അപ്പോൾ എ ഡി ഓപ്പോസിറ്റ് സൈഡിലുള്ള ബി ഡിനെ 10:50 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. 10:50 എന്ന് പറഞ്ഞാൽ എന്താണ്? 2:3. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടും ബി ഡി ഈസ് ടു ഡി സി ഈക്വൽ ടു 2:3 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ ട്രയാങ്കിൾ ഡി ഇ സിയും ട്രയാങ്കിൾ ഡി ഇ സി അതേപോലെ തന്നെ ട്രയാങ്കിൾ സി ബി എ ഇത് രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ ഇ രണ്ട് ട്രയാങ്കിൾ 90 ഡിഗ്രി അല്ലേ? അതേപോലെ തന്നെ ഈ ആംഗിൾ എന്താണ്? സി എന്ന ആംഗിൾ രണ്ട് ട്രയാങ്കിൾ കോമൺ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇത് ട്രയാങ്കിൾ നമ്മൾ സി ബി എക്ക് പകരം എന്താ കൊടുക്കാൻ പറ്റുക? ഡി ഇ സി അല്ലോട്ട് കൂടുതൽ ബി എ സി. ട്രയാങ്കിൾ ബി എ സി എടുക്കാം. ബി എ സി പേര്. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സി ഡി ബൈ സി ബി കണ്ടോ? സി ഡി ബൈ സി ബി വിൽ ബി ഈക്വൽ ടു ഡി ഇ ബൈ എ ബി. ഇങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ സി ഡി എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? സി ഡി നമുക്ക് അറിയാം സി ഡി ഈസ് ടു ബി ഡി 2:3 ആണ്. അപ്പോൾ സി ഡി നമുക്ക് 3x എന്ന് കൊടുക്കാം. 3k. ഓക്കെ. 3k ഡിവൈഡഡ് ബൈ ബി സി എന്താണ്? സി ഡി 3k ആണ്, അതേപോലെ ഡി ബി 2k ആണ്. അപ്പോൾ മൊത്തം 5k വരും. കെ ക്യാൻസൽ ചെയ്ത് പോയി. അടുത്തെന്താണ്? ഡി ഇ ബൈ എ ബി. ഡി ഇൻ്റെ ലെങ്ത് നമുക്കറിയില്ല. ഡി ഇൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ എ ബി ഈക്വൽ എത്താണ്? എ ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ക്യാൻസൽ ചെയ്യുമ്പോൾ 5ഉം 10ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2. അപ്പോൾ ഡി ഈക്വൽ ടു 2 × 3 6 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി.